and this arrogance, and then how did you, I want to ask you, how did you allow Parliament to shut? I say on behalf of the people of India, reopen Parliament now. Reopen Parliament. This is a public issue. We people of India say, am I right here, sir? We say reopen the Parliament. Let the Minister for Education come on the floor of Parliament and answer. The people of India, bring them, make them answerable to us. I'm sorry, where is the Minister for Environment? Where is the Minister for Environment in the Modi government? സംഭവം കാണുമ്പം ഒരു രസമൊക്കെ ഉണ്ട് അല്ലേ? അത് തന്നെ, പണി അറിയില്ലെങ്കിൽ ഇറങ്ങി പോകണം മിസ്റ്റർ മോദി മാത്രമല്ല, ഇന്ത്യയുടെ പരിസ്ഥിതി മന്ത്രിയാണെങ്കിലും വേണ്ടില്ല, ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും വേണ്ടില്ല, ഡൽഹി പരിസ്ഥിതി മന്ത്രിയാണെങ്കിലും നിങ്ങൾക്ക് ആർക്കും ഒരു പരിപാടി അറിയില്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂലെങ്കിൽ ഇറങ്ങി പോകാനാണ് പറഞ്ഞത് ആരാ? അർണബ് ഗോസ്വാമി അല്ലേ? അർണബ് ഗോസ്വാമി എന്ന് പറഞ്ഞാൽ എന്നും ഒരു അന്ധഭക്തനായി മോദിയുടെ മോദിയുടെ ഷൂ നക്കി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, അതായത് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്ന സമയം മുതൽ അർണബ് കംപ്ലീറ്റ്ലി തിരിഞ്ഞിട്ടാണ് ന്യൂസ് ചെയ്യുന്നത്. ഏതുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പല കാരണങ്ങൾ പറയുന്നുണ്ട്. പല ആൾക്കാർ അത് പ്രൊപ്പഗണ്ടയാണ്, വേറെ എന്തോ വലിയ പ്ലാനിനുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. മറ്റു ചിലർ പറയുന്നത് ഈ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കേട്ടോ, അതായത് റഷ്യൻ പ്രസിഡന്റ് വന്ന സമയത്ത് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ അർണബിന്റെ റിപ്പബ്ലിക് പാർട്ടിക്ക് കൊടുക്കാണ്ട്, ചാനലിന് കൊടുക്കാണ്ട്, ഒരു പാർട്ടി തന്നെയാണ് BJPയുടെ ഒരു പാർട്ടി പറയാം, അതായത് ചാനലിന് കൊടുക്കാണ്ട് അത് ഇന്ത്യ ടുഡേക്ക് കൊടുത്തതിൽ വലിയ അമർഷമുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഇനി അതൊന്നും അല്ലാണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മീഡിയ പേഴ്സൺ ഹിരൺ ജോഷി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസപ്പിയർഡ് ആണ്. ആളവിടെ ഇല്ല, അല്ലെങ്കിൽ ആളവിടെ നിന്ന് പുറന്തള്ളിയിട്ടുണ്ട്. കാരണം എന്താണ് ഏതാണെന്ന് എന്നും എവിടെയും ഒരു പ്രസ് റിലീസോ അതല്ലെങ്കിൽ ഒരു ട്വീറ്റ് പോലും കണ്ടിട്ടില്ല. അപ്പം പണ്ട് പുള്ളിയായിരുന്നു കംപ്ലീറ്റ് മോദി മീഡിയനെ കൺട്രോൾ ചെയ്തിരുന്നത്. അതായത് എന്ത് കൊടുക്കണം ഏത് കൊടുക്കണം എന്ന് പുള്ളി പറയുന്ന വേർഡും പുള്ളി വിടുന്ന ന്യൂസുകളും പുള്ളി കൊടുക്കുന്ന ഹാഷ്ടാഗുകളും മാത്രം വെച്ചിട്ടാണ് നമ്മുടെ ഗോദി മീഡിയ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പുള്ളിയുടെ പെട്ടെന്നുള്ള ആ ഒരു അപ്രത്യക്ഷമായിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് പലരും അതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്, പല തിയറീസ് മുന്നോട്ട് വരുന്നുണ്ട്. എന്താണെങ്കിലും അറിയില്ല. ഈ കാരണങ്ങൾക്കൊക്കെ ശേഷമാണ്, അല്ലെങ്കിൽ പുള്ളി അവിടുന്ന് മാറി പ്രസിഡന്റ് പുടിൻ വരുന്ന സമയത്ത് അത് കഴിഞ്ഞ് അർണബ് അന്ന് മുതൽ തിരിച്ച് വേണ്ട രീതിയിൽ തിരിച്ചും മറിച്ചും ഓരോ ദിവസം ഓരോ പ്രാവശ്യം ന്യൂസ് ബുള്ളറ്റിൽ വന്നിട്ട് മോദിനെ പച്ചക്ക് ചീത്ത വിളിക്കുന്ന കാര്യം നമ്മൾ കണ്ടത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ ഡൽഹിയിലെ AQI ഇഷ്യൂലെ, അതായത് എയർ ക്വാളിറ്റി എത്രത്തോളം മോശമായിട്ടാണ് ഡൽഹിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 800 എബോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വേഴ്സ് സിറ്റുവേഷനിലോട്ടാണ്. ഡൽഹി മാത്രമല്ല, ഡൽഹി, ലക്നൗ, യുപിയുടെ ഒരു എല്ലാ ഭാഗങ്ങളും, അതായത് നമ്മുടെ നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞില്ല, ഉപ്പിയിലോട്ട് നോക്കാതെ ഉപ്പി തന്നെയാണ് നല്ല ഒന്നാന്തരം ഉപ്പിയാടാ സുരേഷ്. ആ ഉപ്പിയുടെ അവസ്ഥയൊക്കെ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നീ ഇവിടെ കിടന്ന് കലിങ്കമ്മൽ ഇരുന്ന് നിന്റെ എന്താ പറയുക ബ്രാഹ്മണിത്വം കാണിക്കുന്നതല്ല ഉപ്പിയുടെ അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. വളരെ മോശമായിട്ട് അവസ്ഥ തന്നെയാണ്. ഡൽഹി NCR എന്ന് പറഞ്ഞാൽ ഹരിയാനയുടെ കുറച്ച് ഭാഗങ്ങൾ, ഡൽഹി UPയിലെ കുറച്ച് ഭാഗങ്ങൾ, രാജസ്ഥാൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഇത് കംപ്ലീറ്റ്ലി എയർ ക്വാളിറ്റി വേഴ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഈ അർണബിൻ്റെ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്, ഇത് ചർച്ച ചെയ്യാൻ വിളിച്ചിട്ട് ഡൽഹി മുഖ്യമന്ത്രിക്ക് വരാൻ പറ്റില്ല, ഡൽഹി പരിസ്ഥിതി മന്ത്രിക്ക് വരാൻ പറ്റുന്നില്ല. ഇതൊക്കെ നോക്കി ഇതിൻ്റെയൊക്കെ മേൽനോട്ടം കൊടുക്കേണ്ട ഇന്ത്യൻ പാർലമെന്റ് ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ട് ഇരിക്കുന്ന ഡൽഹിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഇതിലൊന്നും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല? കാരണം പ്രധാനമന്ത്രി ടൂറിലാണ്, പുള്ളി ചുറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വന്ദേ മാതരത്തിന്റെ കണക്ക് പറയും, അല്ലെങ്കിൽ നെഹ്റുവിനെ 3-4 ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ഇന്ദിരനെ 3-4 ചീത്ത വിളിക്കും. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബടിക്കും, ഇറങ്ങിപ്പോവും. ഇതിനല്ലാണ്ട് വേറെ ഒരു സാധനത്തും പറ്റാത്തൊരു ഐറ്റമാണ് നമ്മുടെ വിശ്യ ചക്കക്കുരു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിലും വലിയ ഇതൊന്നും പറയാനില്ല. അതിനെതിരെ രൂക്ഷമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട്. അത് കുറച്ചുകൂടെ ഉണ്ടോന്ന് കേക്ക് നമുക്ക് അത് തന്നെ പറയാനുണ്ട്. Why Prime Minister Narendra Modi is not intervening on this? I'm sorry, but we're asking for leadership here. So we are in a national health emergency. The Prime Minister no less must intervene in this matter, because I have not heard a word, and I'm giving my first empty chair tonight to Bhupendra Yadav, Central Narendra Modi's Minister for Education. May I ask you, Charu Pragya, where is the Union Minister for Environment? Where is the Union Environment Minister? The nation wants to know where he is tonight. The nation wants to know where the Union Minister of State for Environment is tonight. The nation wants to know where the Delhi Chief Minister is tonight. That empty chair belongs rightfully to the missing Minister for Environment, Bhupendra Yadav, because there is a feeling I got
that in the BJP government, your ministers no longer feel answerable to the people of India. And this arrogance, and that how did you, I want to ask you, how did you allow Parliament to shut? I say on behalf of the people of India, reopen Parliament now. Reopen Parliament, this is a public issue. We people of India say, am I right here, sir? We say reopen the Parliament. Let the Minister for Education come on the floor of Parliament and answer. The people of India, bring them, make them answerable to us. I'm sorry, where is the Minister for Environment? Where is the Minister for Environment in the Modi government? അർണബിൽ പറയുന്നത് പാർലമെന്റിലെ അംഗങ്ങൾ വായു മലിനീകരണം ഒരു ഗൗരവമായ പ്രശ്നമായി കാണുന്നേയില്ല എന്നാണ് അർണബ് കുറ്റപ്പെടുത്തുന്നത്. പൊന്നർണബെ അങ്ങനെ പറയാൻ പറ്റില്ല. പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും അല്ല, പാർലമെന്റിലെ BJP MP-മാർ, NDA MP-മാർ പലവട്ടം പല പ്രാവശ്യം രാഹുൽ ഗാന്ധി, ഇന്ദിരാഗാന്ധി, ഖാർഗെ, സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ തിരിച്ചും മറച്ചും നമ്മുടെ KC വേണുഗോപാൽ വരെ പച്ചക്ക് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് രാജ്യസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം രാജ്യത്തെ വായു മലിനീകരണത്തിനെ പറ്റിയിട്ടാണ്. അത് ചർച്ചയ്ക്ക് എടുക്കൂ. അതല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി കുത്തി 91-ലെത്തി. നിങ്ങൾ അത് ചർച്ചയ്ക്ക് എടുക്ക്. SIR ഇഷ്യൂസ് ചർച്ചയ്ക്ക് എടുക്ക്. വോട്ട് ചോരി നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്ക്. രാജ്യത്തെ നമ്മുടെ എന്താ പറയുക, ഈ സാമ്പത്തിക വ്യവസ്ഥ താറുമാറായിരിക്കാം, ചർച്ചയ്ക്കെടുക്ക്. ഫോറിൻ പോളിസീസിന്റെ അവസ്ഥ ചർച്ചയ്ക്കെടുക്ക്. ഇതൊന്നും ചർച്ചയ്ക്കെടുക്കൂല. നമ്മൾ എടുത്ത ചർച്ചയ്ക്ക് എന്താ അതായത് വന്ദേ മാതരത്തിലെ വരി തട്ടിമാറ്റി ഹിന്ദുക്കളും മുസ്ലിങ്ങൾ പറഞ്ഞ പോലെ നെഹ്റു രാജ്യത്തിനെ ഇല്ലാണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് ഉള്ളിപ്പില്ലാത്ത ചർച്ച ചെയ്ത കുറെ ചെറ്റകളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പച്ചക്ക് പറയാം. BJPയുടെ ഓരോ MP-മാർ പാർലമെന്റിൽ ഇരുന്നിട്ട്, അത് ക്യാബിനറ്റ് മന്ത്രിമാരടക്കമുള്ളവന്മാർ. എന്നിട്ട് അതൊന്നും ചർച്ച ചെയ്യാണ്ട് ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അവസാനം ഒന്നും പറയാണ്ട് അങ്ങ് ഇറങ്ങിപ്പോവും. ഇല്ലാത്ത കുറെ ബില്ല് പാസ്സാക്കും. ഗാന്ധിജിന്റെ പേര് വെട്ടുക, അല്ലെങ്കിൽ നെഹ്റുവിന്റെ പേര് വെട്ടുക, ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടുക. ഇതൊക്കെ പേര് വെട്ടിട്ട് അവിടെ രാമനെയും സീതനെയും നമ്മുടെ വിശ്വ ചക്കക്കുരുവിനെയും കയറ്റിയിരുത്തുക. ഇതാണ് പരിപാടി. അപ്പൊ ഇതിനെതിരെ മാക്സിമം പറയാനുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അർണബിനോട് തുടക്കത്തിൽ ആ പറഞ്ഞതിൻ്റെ ഒരു മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ. BJP എടുത്ത് പറയണം, പാർലമെന്റ് അംഗങ്ങൾ അല്ലെങ്കിൽ MP-മാരെന്ന് പറയാൻ പാടില്ല, BJP MP-മാർ. അങ്ങനെ ഇതാണ് ആ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാം. അതായത് ജനങ്ങൾ ശ്വാസം മുട്ടി മരിക്കുമ്പോഴും അവർ അവധിക്കാലം ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുക ആണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ രാഹുൽ ഗാന്ധി പോണതിനെ പറ്റി വളരെ ഭയങ്കരമായിട്ട് നമ്മുടെ തേജസ്വി ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടായിരുന്നു, നമ്മുടെ കർണാടകയിൽ നിന്നുള്ള MP ഭയങ്കര രൂക്ഷമായിട്ടാണ് പറഞ്ഞത്. ഈ പറഞ്ഞ സമയത്ത് മൂപ്പരെ മെയിൻ ഹെഡ്, അതായത് മെയിൻ ചക്കക്കുരു അങ്ങ് കിടക്കുന്ന ജോർദാനിലും മറ്റേ എത്യോപ്യയിലും കറക്കത്തിലായിരുന്നു. അത് കണ്ടില്ല നിങ്ങൾ? ഭയങ്കര രൂക്ഷമായിട്ട് കുറ്റം പറയും. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ടോ പ്രധാനമന്ത്രി മറ്റേ കറങ്ങിക്കൊണ്ടിരിക്കുക ഫ്ലൈറ്റിൽ. അതുകൂടെ ഒന്ന് കാണുക. इन द मिडल ऑफ पार्लियामेंट सेशन कर विदेश यात्रा करना उनके सीरियसनेस दिखाता है. वो भारत में जितना रहते हैं उससे ज्यादा विदेश में रहते हैं. उनका मन विदेश में है पर मजबूरी से वो यहाँ पॉलिटिक्स कर रहे हैं. അപ്പൊ കണ്ടല്ലോ, നമ്മുടെ രാഹുൽ ഗാന്ധി സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ വലിയ വലിയ കമ്പനി CEOസുമായിട്ടും അല്ലെങ്കിൽ എങ്ങനെ ഇന്ത്യയുടെ അവസ്ഥ, ഇന്ത്യയുടെ ഏത് രീതിയിൽ പ്രൊഡക്ഷൻ കൂട്ടണം, നമ്മൾ ഏത് രീതിയിലുള്ള പ്രൊഡക്ഷനാണ് നമ്മൾ കൂടുതൽ മുന്നോട്ട് വെക്കേണ്ടത്, അവിടുത്തെ വായുയുടെ ക്വാളിറ്റിയുടെ എന്താ പറയുക, ഇതും ഇന്ത്യയിലെ വായു മലിനീകരണത്തിനെ പറ്റും, എങ്ങനെ അവിടെ അത് ഡെവലപ്പ് ചെയ്യുന്നു, ഇന്ത്യയിൽ എന്തുകൊണ്ട് പോകുന്നു, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പം മോദിജി ഇവിടെയൊക്കെ ചുറ്റി കാറിൽ കറങ്ങുന്നു, അവിടെ നിന്നുള്ള വലിയ വലിയ അവാർഡുകൾ വാങ്ങിക്കുന്നു, വലിയ വലിയ ഫോട്ടോസ് എടുക്കുന്നു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് വേറെ കാര്യം. അപ്പം ഇത്തരത്തിലുള്ള ടൂറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി എവിടെ എന്നാണ് അർണബ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അർണബിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ, നികുതിദായകരുടെ പണം, അതായത് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ പണം, അതായത് നികുതി അടയ്ക്കുന്ന ആളുകളുടെ പണം ഉപയോഗിച്ച് ആഡംബര യാത്രകൾ നടത്തുന്ന രാഷ്ട്രീയക്കാർ സാധാരണക്കാരുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയില്ലെന്ന് പുള്ളി വാദിക്കുന്നു. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനെ കണക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് അരാവല്ലി പർവ്വത നിരകളുണ്ട് അല്ലെ, അരാവല്ലി പർവ്വത നിരകൾ ഖനനത്തിനുള്ള അനുമതി പോലെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. അതായത് ഈ അരാവല്ലി എന്ന് പറഞ്ഞത് അതിൻ്റെ കംപ്ലീറ്റ് ഒരു ജിയോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ലോകത്തിലെ ഏറ്റവും വലിയ പഴക്കമേറിയ പർവ്വത നിരകളിൽ ഒന്നാണ് ഈ അരാവല്ലി എന്ന് പറയുന്നത്. ഈ താർ മരുഭൂമിയിൽ നിന്നും പൊടിക്കാറ്റിനെ തടഞ്ഞു നിർത്തി ഒരു സ്വാഭാവിക മതിലായിട്ടാണ് ഈ അരാവല്ലി പ്രവർത്തിക്കുന്നത്. മലിനീകരണം നിയന്ത്രിക്കുന്നതിന്, ഡൽഹിയിലെ വായു മലിനീകരണം കുറയ്ക്കുന്നതിൽ, അന്തരീക്ഷ താപനില ക്രമീകരിക്കുന്നതിനും ഈ പർവ്വതനിരകൾ ഒരു വലിയ ഒരു പങ്ക് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഭൂഗർഭ ജലം നിലനിർത്തുന്നതിനും വന്യജീവികളുടെ സഞ്ചാര പഥം സംരക്ഷിക്കുന്നതിനും അരാവല്ലി അത്യാവശ്യമാണ്. അപ്പം സുപ്രീം കോടതി ഉത്തരവിലുള്ള ആശങ്കകൾ പറഞ്ഞുതരാം. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു പുതിയ, അതായത് 90% അരാവല്ലിയുടെ ഭാഗങ്ങളും
പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ല എന്നുള്ള രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ മാറുന്ന സമയത്ത് അവിടെ വലിയ ഖനനങ്ങൾ സംഭവിക്കും. അതായത് എത്രയോ മിനറൽസും ഒക്കെ അടങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള ഖനനങ്ങൾ നമ്മുടെ അദാനി കമ്പനികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പർവ്വതനിരകൾ കംപ്ലീറ്റ്ലി ഇവന്മാർ കുളച്ച് 10% വെച്ച് ബാക്കി 90% അവിടെ ഇല്ലാണ്ടാക്കും എന്നാണ് പറയുന്നത്. അതായത് പരിസ്ഥിതി സംരക്ഷിത മേഖല കുറയുന്നുണ്ട്. പരിസ്ഥിതി മന്ത്രാലയം നൽകിയ പുതിയ നിർവചനം അനുസരിച്ചിട്ട് ആരാവല്ലി പർവ്വതങ്ങളുടെ വിസ്തൃതി 90% കുറയ്ക്കാനുള്ള സാധ്യതയുള്ളത്. അതിന് അപ്രൂവ് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിൻ്റെ ഈ ഒരു വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഹരിയാനയിലെ പല സ്ഥലങ്ങളിൽ ഈ പുതിയ നിയമം മൂലം 95%, അതുപോലെ ഫരീദാബാദിലെ 90% അരാവല്ലി പ്രദേശങ്ങൾ സംരക്ഷിത പട്ടികയിൽ നിന്നും പുറത്താക്കുക ചെയ്തിട്ടുള്ളത്. ഈ മേഖലയിൽ വൻതോതിലുള്ള റിയൽ എസ്റ്റേറ്റ് നിർമ്മാണം വഴിയൊരുക്കും. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് യുപിയിലും ഹരിയാനയിലും ഡൽഹിയിലും കംപ്ലീറ്റ്ലി ഇപ്പോഴുള്ള എയർ ക്വാളിറ്റിയും കൂടെ ഇല്ലാണ്ടായി പല ബുദ്ധിമുട്ടുകളും ഈ പറഞ്ഞ സ്ഥലത്തോട്ട് വരും എന്നാണ് ഈ പറഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അർണബ് ഇതിൽ പറയുന്നത് ഈ വിധിയോടുകൂടി ഇപ്പം ഉള്ളതിനേക്കാളും വേഴ്സായി പോകാനാണ് നമ്മുടെ ഡൽഹിയുടെ സാധ്യതകൾ, അവസ്ഥകൾ. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഒരു പർവ്വത നിരകളെ നശിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുമാത്രമല്ല ബിസിനസ്സുകാരുടെ ലാഭത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ബിസിനസ്സുകാർ ഉദ്ദേശിച്ചത് വേറെയല്ല, ഇന്ത്യയിലെ കുത്തക, അതായത് നമ്മുടെ രാജ്യം ഇപ്പം ഇങ്ങനെ നമ്മൾ വെട്ടിമുറിച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണല്ലോ. ആർക്ക്? അദാനിക്കും അംബാനിക്കും നമ്മുടെ മോദിജിയും നിർമ്മലയും കൂടെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കുറെ ചെറിയ വിളിക്കും, അതല്ലെങ്കിൽ ഇറങ്ങി പോയി ചിച്ചിലി കാണിച്ച് നടക്കുന്ന ടീമാണ് നമ്മുടെ പാർലമെന്റിൽ ഇരിക്കുന്ന സകല വാണങ്ങളും. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പം ഈ അവസ്ഥയിലോട്ടാണ് ഇന്ത്യ പോകുന്നത്. ഇപ്പം ഈ പറഞ്ഞ പിന്നെ പുള്ളി അവസാനം പറയുന്നത്, അതായത് ഈ ഒഴിഞ്ഞ ചെയറിലോട്ട് നോക്കുക, അതായത് ഒരു ഡിബേറ്റിന് വിളിച്ചിട്ട് പോലും വരാത്ത മന്ത്രിമാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് വേറെ ആരുമല്ല, വായുമലിനീകരണം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതിൽ വരാത്ത ഡൽഹി മുഖ്യമന്ത്രി, പിന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി എന്നിവർ ഈ പരിപാടിയിൽ വന്നിട്ടില്ല. MT ചെയറാണെന്ന് പറഞ്ഞു, ഒഴിഞ്ഞ കസേര നൽകിക്കൊണ്ടാണ് നമ്മുടെ അർണബ് ഗോസ്വാമി വലിയ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നത്. എന്താണെങ്കിലും അർണബ് ഗോസ്വാമിക്ക് ബോധം വന്ന് നന്നായി. ഇനി ഇന്ത്യ ടുഡേയിലും അല്ലെങ്കിൽ മറ്റ് ആജ് തക്കിലും അങ്ങനത്തെ മറ്റ് ചില ഗോദി മീഡിയയിലെ മോദി ഭക്തന്മാരുണ്ട്. അവർക്ക് ഇപ്പോഴും നല്ല രീതിയിൽ മിണുങ്ങാൻ, നക്കാൻ അല്ലെങ്കിൽ ഷൂ നക്കി പൈസ കിട്ടുന്നത് കൊണ്ട് അവരാരും ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല. അപ്പം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മളിപ്പോൾ ഒരു പ്രശ്നം ജസ്റ്റ് പറഞ്ഞു പോയെങ്കിലും ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വളരെ മോശമാണ്. ഞാൻ കുറച്ചു കാലം അവിടെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ, അതുകൊണ്ട് തന്നെ എനിക്കറിയാം അവിടുത്തെ അവസ്ഥകൾ എങ്ങനെയാണ്. ഇപ്പോൾ അതേപോലെ തന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഇപ്പോഴും അവിടെ തന്നെ പല ഭാഗങ്ങളായിട്ട്. അവരൊക്കെ വിളിച്ചു ചോദിച്ച സമയത്ത് വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. അവരിപ്പോൾ ചിന്തിക്കാറ് പോലുമില്ല. ദിവസം 20-25 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് ഒരു ദിവസം ഡൽഹിയിൽ നമ്മൾ വെറുതെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ചെറിയ പിള്ളേർക്കും അതുപോലെ തന്നെ പ്രായം കൂടിയ ആളുകൾക്കും എത്രത്തോളം ബുദ്ധിമുട്ടത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഞാൻ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തും വന്ന് കൊണയടി വീരന്മാരായിട്ടുള്ള സകല സംഘപരിവാണങ്ങളും, അങ്ങനെ തന്നെ പറയാം, പരിവാണങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. കാരണം സുഖമായിട്ട് കേരളത്തിലൊക്കെ ജീവിക്കുന്ന ഈ പറയുവാണങ്ങൾക്ക് അറിയില്ല അവിടുത്തെ അവസ്ഥകൾ എന്താണെന്നുള്ളത്. എന്ത് ചോദിക്കുമ്പോഴും അത് ആം ആദ്മി പാർട്ടിനെ അല്ലെങ്കിൽ കെജ്രിവാളിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. 1 വർഷത്തിൻ്റെ മേലെയായി ഇപ്പം ഡൽഹിയിൽ BJP ഭരിക്കുന്നത്. അവിടെ എന്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഇല്ലാത്ത കാര്യങ്ങൾ കാണിച്ചിട്ട് ഈ AQIൻ്റെ ഇൻഡസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പൊടിക്കൈകൾ ചെയ്തിട്ട് ആളുകളെ പറ്റിച്ച് കെജ്രിവാളിനെയും കുറ്റം പറഞ്ഞ് വിഹരിച്ച് നടക്കുന്ന കുറേ ഉച്ചാളികൾ നേതാക്കളാണ് ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഡൽഹി ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടാണ്. അവിടെ മുഖ്യമന്ത്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ പട്ടാളവും അതല്ലെങ്കിൽ അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ നമ്മുടെ BJP NDA സർക്കാർ തന്നെയാണ്. അവരും ഒന്നും എടുക്കുന്നില്ല. പകരം അവർ തന്തൂരി അടുപ്പുകൾ ഇനി വെക്കണ്ട, തന്തൂരി ഭക്ഷണങ്ങൾ ഉണ്ടാക്കണ്ട എന്നുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അതല്ലാണ്ട് അവിടെ കംപ്ലീറ്റ്ലി മറ്റ് പല മാർഗങ്ങളും പല ആളുകളും പറയുന്നുണ്ട്. ഈ ഗതാഗത നിയന്ത്രണങ്ങളടക്കമുള്ള പല കാര്യങ്ങളും ഇതൊന്നും ഇതുവരെ അവിടെ ചെയ്യിപ്പിക്കാനോ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ആ കൂട്ടത്തിലാണ് വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ആരാവല്ലി പർവ്വതങ്ങൾ പോലത്തെ പർവ്വതങ്ങൾ വരെ നിങ്ങൾ പൊളിച്ചോ, ഏതായാലും ഇന്ത്യ കുത്തുവാൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, മൊത്തത്തിൽ നമ്മൾ പൊളിച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ്, ഇനി അതും കൂടെ നിങ്ങൾ എടുത്തോ എന്നുള്ള രീതിയിൽ ഇത്തരം വിധികൾ പറയുന്നത്. ഇതിന് കാമാന്നൊരു അക്ഷരമിണ്ടാത്ത പ്രധാനമന്ത്രി ലോകം ചുറ്റി നടക്കുന്ന ഉലകം ചുറ്റും ചക്കക്കുരു വാലിബൻ, അതാണ് ഏറ്റവും ബെസ്റ്റ് പുള്ളിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പേര്. ഇപ്പം ഏതാണെങ്കിലും ചക്കക്കുരുവിൻ്റെ സകല ചക്കക്കുരു ഭക്തർക്കും അന്ധഭക്തർക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനത്തെ ഇതേ സ്ഥലത്തൊക്കെ പോയിട്ട് അങ്ങോട്ട് ശ്വസിച്ച് വാഴ കിട്ടാണ്ട് ചത്തൊടുങ്ങ്. അതായത് സംഘപരിവാണങ്ങൾക്ക് നല്ലത്. പ്ലീസ് എത്രയും പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് അങ്ങ് ഡിസപ്പിയർ ആവാൻ നോക്ക്. അപ്പം ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാനെങ്കിലും പറ്റും.